വെച്ചിരുന്നതും പറഞ്ഞിരുന്നതും വാരിയംകുന്നത്ത് കുഞ്ഞുമുഹമ്മദ് ഹാജി ഈ രാജ്യദ്രോഹിയാണെന്നും രാജ്യത്ത് ഒറ്റുകൊടുത്തവനാണെന്നും പറഞ്ഞ് രാജ്യം മുഴുവനും RSSകാരനും BJPക്കാരനും പറഞ്ഞു നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ആണത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ട അന്നത്തെ ചെയർമാൻ കുഞ്ഞും ഞാനും ഇരുന്ന് ആലോചിച്ചു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ RSSകാരന്റെ ആ വാചകത്തിന് ആദ്യത്തെ മറുപടി കൊടുത്ത വാർഡാണ് 42-ാം വാർഡ്. ആ 42-ാം വാർഡിൽ അംഗനവാടിയുടെ മേലെയാവണം വാരിയംകുന്നത്തിന്റെ പേരാദ്യമിടേണ്ടതെന്ന് BJP നേതാക്കന്മാരുടെ RSS നേതാക്കന്മാരുടെ പ്രസ്താവന കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ ഞങ്ങൾ അതിന്റെ മേലെ വാരിയംകുന്നത്തിന്റെ പേരിട്ടു. വാരിയംകുന്നത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോ പെട്ടെന്ന് അറിയില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, പ്രിയപ്പെട്ടവരെ, ബ്രിട്ടീഷുകാർക്കെതിരെ സന്ധിയില്ലാ സമരം ചെയ്ത ഈ രാജ്യത്തിന് വേണ്ടി അവസാനത്തെ സമയത്ത് പോലും ബ്രിട്ടീഷുകാരോട് പറയുകയാണ്, എന്നെ വെടിവെച്ച് കൊല്ലണമെങ്കിൽ എന്റെ 2 കണ്ണും തുറന്നു തരണം, എന്നെ മുന്നിൽ നിന്ന് വെടിവെക്കണം, പിന്നിൽ നിന്ന് വെടിവെക്കരുത്, എനിക്ക് കാണണം. നിങ്ങളുടെ വെടിയുണ്ടകൾ എന്റെ ശിരയിലേക്ക്, എന്റെ ശിരസിലേക്ക്, എന്റെ വയറിലേക്ക് കയറുമ്പോ എനിക്കത് കാണണമെന്ന് പറഞ്ഞ രാജ്യത്തെ ഏറ്റവും വലിയ വിപ്ലവകാരിയാണ് വാരിയംകുന്നത്ത് കുഞ്ഞുമുഹമ്മദ് ഹാജി. അവസാനത്തെ സമയത്തും രാജ്യത്തിന് വേണ്ടി പോരാടിയ ആ മഹാനായ മനുഷ്യനെ വെടിവെച്ച് കൊന്നിട്ട് 4 പീസാക്കിയിട്ടിട്ട് ആ 4 പീസും അറബിക്കടലിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു. അറബിക്കടലിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞിട്ട് അവസാനം അതിലൊരു ചരിത്രം പറയുന്നുണ്ട്. അറബിക്കടലിൽ വലിച്ചെറിയുമ്പോ അന്നത്തെ ബ്രിട്ടീഷുകാരിൽപ്പെട്ട ഒരാൾ പറഞ്ഞത്, ആദ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ കൂടിയാലോചന നടത്തിയ നാടാണ് ഏതാണെന്നുള്ള ഒരു ചരിത്രം. അതാണ് പുതുവന്നാനി നാലാങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമര പോരാട്ടത്തിന്റെ ആദ്യത്തെ യോഗം നടന്ന സ്ഥലം. ആ സ്ഥലം അന്നത്തെ ചരിത്രത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. മഹാനായ ആലി മുസ്ലിയാരും അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളും ഈ നാലാങ്കലിൽ വെച്ചാണ് അത്തരത്തിലുള്ള ഒരു ചർച്ച നടന്നത്. അതുകൊണ്ടാണ് ആ ചരിത്രം കേട്ടൊരു വിദ്യാർത്ഥിയായ ഞാൻ കരുതിയത് വാരിയംകുന്നത്ത് കുഞ്ഞുമുഹമ്മദ് ഹാജിക്ക് ഒരു സ്മാരകം പണിയണമെന്ന്. ആ സ്മാരകം ഈ 42-ാം വാർഡിന്റെ മുറ്റത്ത് പണിയാൻ സാധിച്ച അഭിമാനമാണ് ഇടതുപക്ഷത്തിനുള്ളത്. ഞങ്ങൾ RSSകാരൻ പൊരുതാൻ വരുമ്പോ അവരുടെ മുന്നിലേക്ക് ഞങ്ങൾ വെച്ചു കൊടുക്കുന്നത് അവന്റെ വെറുപ്പിനെതിരെയുള്ള സമരമാണ്, അവന്റെ അക്രമത്തിനെതിരെയുള്ള പോരാട്ടമാണ്. അത് നടത്തിയ സ്ഥലമാണ് ഈ വാർഡ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എന്നും ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ്. തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ നിങ്ങളോട് വോട്ട് ചോദിക്കുന്നവരല്ല. എല്ലാ ഘട്ടങ്ങളിലും നിങ്ങളെ പ്രതിസന്ധികളിൽ, നിങ്ങളെ പ്രയാസങ്ങളിൽ, പ്രശ്നങ്ങളിൽ എല്ലാം ഇടപെടുന്നവരാണ് ഇടതുപക്ഷക്കാർ, ഇവിടുത്തെ സഖാക്കൾ, ഇവിടുത്തെ പൊതുപ്രവർത്തകർ. നിങ്ങൾക്കറിയാം, ഏത് ഘട്ടങ്ങളിലാണെങ്കിലും അതിൽ രാഷ്ട്രീയമില്ല, കക്ഷിയില്ല, നിറമില്ല, മുഖമില്ല. ഞങ്ങൾക്ക് എല്ലാവരെയും ഒരുപോലെയാണ്. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഇസ്മായിലിനെ ഇവിടെ മത്സരിപ്പിച്ചതെന്നറിയുമോ? ഇസ്മായിലിനെ ഇവിടെ മത്സരിപ്പിക്കുന്നതിന് അതിനൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനത്തെ കുറിച്ച് ഞങ്ങൾ ആദ്യം പഠിച്ചു. അദ്ദേഹം ഗൾഫില് റിയാദിൽ ജോലി ചെയ്യുന്ന കാലത്ത്, അന്ന് റിയാദിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഹജ്ജിന്റെ സീസണിൽ മക്കത്തേക്ക് പോകും. എന്തിനാണ് മക്കത്തേക്ക് പോകുന്നറിയുമോ? ഹജ്ജിന് വരുന്ന ഹാജിമാർ, കാലും കയ്യുമൊക്കെ നഷ്ടപ്പെട്ടു പോയ ഹാജിമാർ അവരുടെ അന്ത്യാഭിലാഷമായ ഹജ്ജ് എന്ന കർമ്മം നിർവഹിക്കാൻ ആ മണ്ണിലേക്ക് വരുമ്പോ അവരെ വീൽ ചെയറിലാണ് കൊണ്ടുപോയി ഇറക്കാറ്. ആ വീൽ ചെയർ തള്ളിപ്പോകുന്ന ഇസ്മായിലിന്റെ ഫോട്ടോ ഞാൻ 6 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സേവന മനസ്സ് അന്ന് വിലയിരുത്തിയിട്ടുണ്ട്. ആ സേവനത്തിന്റെ ഭാഗമായി അതുപോലെ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളിൽ, നിരവധി സേവന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനം എന്താണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ വാർഡിനെ പൊന്നുപോലെ നോക്കാൻ, നിങ്ങൾക്കൊപ്പമോടാൻ, നിങ്ങളുടെ ഒരുവനായി, നിങ്ങളുടെ മകനെ പോലെ നിങ്ങൾക്ക് എന്തും പറയാൻ കഴിയുന്ന ഒരാളെ ഈ വാർഡിലേക്ക് ഞങ്ങൾ നൽകിയത്. ഇവിടെ പല പ്രവർത്തനങ്ങളും നടത്തി, അതൊന്നും ഞങ്ങൾ വിളിച്ചു പറയുന്നില്ല. പല ചാരിറ്റി പ്രവർത്തനങ്ങളും ഇവിടെ 2-2.5 വർഷമായി ഈ വാർഡിന്റെ അകത്ത് ഓടി നടക്കുന്ന ഒരു പ്രവർത്തകനാണ് ഇസ്മായിൽ. നിങ്ങൾക്ക് ഇസ്മായിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ഭാരമാവില്ല. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ കൗൺസിലറായതിനേക്കാളേറെ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കൗൺസിലറായി ഈ വാർഡിൽ ഇസ്മായിൽ ഉണ്ടാവും. ഒരു തർക്കവും വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നഗരസഭക്കകത്ത് ഭരണം കൈകാര്യം ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഭരണ കൈകാര്യം ചെയ്യാൻ പോകുമ്പോ ഇസ്മായിലിനെ ഇവിടെ നിന്ന് തെരഞ്ഞെടുത്തയച്ചാൽ തീർച്ചയായും നഗരസഭയുടെ ഭരണസമിതിയിൽ പ്രധാനപ്പെട്ട ഒരാളായി നിങ്ങളുടെ കൗൺസിലർ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് വാക്ക് തരികയാണ്. അത് നിങ്ങളുടെ വിജയത്തിന്റെ, ഈ വാർഡിന്റെ വെളിച്ചത്തിന്റെ, ഈ വാർഡിന്റെ പ്രശ്നത്തിന്റെ പരിഹാരമായി ഞങ്ങൾ ഇതിനെ മാറ്റിയെടുക്കും. ഇവിടെ പലവരും പലതുമെല്ലാം പറയുന്നുണ്ട്. റോഡിന്റെ കാര്യങ്ങൾ